നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ആൻസിലറി പേപ്പറായ സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാൻഡ് ഗ്രാൻഡ്സ് ആൻഡ് ചേഞ്ചിങ് പ്രൊഡക്ഷൻ റിലേഷൻ എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭൂദാനം. ഈ ഭൂദാനം എങ്ങനെയാണ് ഇന്ത്യയിലെ സാമൂഹിക മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ളത്, അതുപോലെ തന്നെ ഉൽപാദന ബന്ധങ്ങളിൽ വന്ന മാറ്റങ്ങൾ, ഇതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രാചീന ഇന്ത്യയില് ഭൂമി, അധികാരം, മതം, അതുപോലെ തന്നെ ഉൽപാദന ബന്ധങ്ങൾ എന്നിവ തമ്മിൽ വളരെ അടുത്ത ഒരു ബന്ധം ഉണ്ടായിരുന്നതായിട്ട് നിരീക്ഷിക്കപ്പെടുന്നു. ഈ ഉൽപാദന ബന്ധങ്ങളില് മാറ്റങ്ങൾക്ക് പല കാരണങ്ങൾ, കാലാനുസൃതമായിട്ട് അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് പലതരത്തിലുള്ള കാരണങ്ങൾ നാന്ദിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ക്രിസ്തുവിന് മുൻപ്, അതായത് BC ഒരു 300 മുതൽ ഇങ്ങോട്ട് AD 1200 വരെയുള്ള കാലഘട്ടങ്ങളില് ഭൂദാനം വളരെ ശക്തമാകുന്നതായിട്ട്, അല്ലെങ്കിൽ ലാൻഡ് ഗ്രാന്റുകൾ ശക്തമായിട്ട് ഒരു മത അടിസ്ഥാനത്തിൽ തന്നെ വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഭൂദാനം എന്ന് പറയുന്നത്, ഭൂമി ദാനം ചെയ്യുന്നത് പ്രധാനമായിട്ടും ഭൂമിയുടെ ഉടമസ്ഥന്മാര്, അതായത് പ്രഭുക്കന്മാരും രാജാക്കന്മാരും ഒക്കെയാണ് ഭൂമി ദാനം ചെയ്യുന്നത്. അത് ദാനം ചെയ്യുന്നതാവട്ടെ പ്രീസ്റ്റുകളായിട്ടുള്ള ബ്രാഹ്മിൻസിനാണ്. ബ്രാഹ്മിൻസ് ആണ് ഈ വർണ്ണ സിസ്റ്റത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തുള്ള ആളുകൾ. അപ്പൊ ഇവർക്കാണ് വേദങ്ങൾ അറിയാവുന്നത്, ഇവർക്കാണ് സംസ്കൃതം അറിയാവുന്നത്, ഇവരാണ് വേദങ്ങളെ നിർവചിക്കുന്നതും വേദങ്ങളെ വ്യാഖ്യാനിക്കുന്നതും ഒക്കെ ബ്രാഹ്മൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്യുന്നതിന്റെ മൂല്യം, അല്ലെങ്കിൽ ഭൂമി ദാനം ചെയ്യുന്നത് വളരെ ഒരു പുണ്യപ്രവൃത്തിയായിട്ട്, ഒരു ഉത്കൃഷ്ടമായ പ്രവൃത്തിയായിട്ട് സമൂഹത്തില് അങ്ങനെ ഒരു നോഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതിന്റെ അടിസ്ഥാനത്തില് രാജാക്കന്മാരും അതുപോലെ തന്നെ ലോക്കൽ ചീഫ്റ്റൻസും ഒക്കെ ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്യുന്ന ഒരു സിസ്റ്റം വന്നു. അങ്ങനെയാണ് ഈ ലാൻഡ് ഗ്രാന്റുകൾ കൂടുതൽ ശക്തമാകുന്നത്. ഇനി ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇതിന്റെ ലക്ഷ്യം, ഒന്നാമത്തേത് ഒരു പ്രാദേശിക അധികാര ബന്ധം ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അപ്പൊ ഭരണാധികാരികള് ബ്രാഹ്മണർക്കും അതുപോലെ ക്ഷേത്രങ്ങൾക്കുമൊക്കെ ഭൂമി ദാനം ചെയ്തു. ഇതിലൂടെ ഒരു ആധിപത്യം കൂടുതൽ ശക്തമാകുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത് മതപരമായ കാര്യങ്ങൾ തന്നെയാണ്, മതപരമായിട്ടുള്ള ലക്ഷ്യങ്ങളാണ്. മതപരമായ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്യുന്നത് പുണ്യപ്രവൃത്തിയായിട്ട്, ചില പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഭൂമി ദാനം ചെയ്യുന്നതിനെ കാണാൻ തുടങ്ങി. അപ്പൊ ഈ രീതിയിൽ വന്നതോടുകൂടി അക്ഷയ ഭൂമി എന്ന ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തു. അക്ഷയ ഭൂമി എന്ന് പറയുമ്പോൾ ദാനം ചെയ്ത ഭൂമി, ബ്രാഹ്മണർക്ക് ദാനമായി കൊടുത്ത ഭൂമി അക്ഷയമാണ്, നാശമില്ലാത്ത തരത്തിൽ ഒരു അതിനെ പുണ്യം കൽപ്പിക്കുന്ന തരത്തിലേക്ക് വരുന്നു. അപ്പൊ അങ്ങനെ അത് ഒരു വലിയ, ഏറ്റവും കൂടുതൽ ഭൂമി ദാനം ചെയ്യുന്ന ആൾക്ക് കൂടുതൽ പുണ്യം ലഭിക്കുന്നതായിട്ടൊക്കെയുള്ള കോൺസെപ്റ്റുകൾ വരുന്നു. അങ്ങനെ അതൊരു പ്രക്രിയയായിട്ട് മാറി. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേദവ്യാഖ്യാനികളായിട്ടുള്ള, വ്യാഖ്യാതാക്കളായിട്ടുള്ള ബ്രാഹ്മണര് തന്നെ ആയിരുന്നു. ഇനി ഇതിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സാമൂഹ്യ നിയന്ത്രണമാണ്. ബ്രാഹ്മണർ ക്ഷേത്രങ്ങള്, അതുപോലെ ഈ വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ മേലൊരു ആധിപത്യം ഉറപ്പിക്കുന്ന, അതായത് ശുദ്ധി എന്ന കോൺസെപ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അതായത് ഐത്തം, അല്ലെ, അൺടച്ചബിലിറ്റി വളരെ ശക്തമായിട്ട് സമൂഹത്തിൽ നിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ അൺടച്ചബിൾ കാസ്റ്റ് എന്ന് പറയുന്നത് ശുചിയാക്കലുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവരെ ആയിരുന്നു ഈ ഐത്തം ഉള്ളവരായിട്ട് കണക്കാക്കിയിരുന്നത്. സോ ഈ ഒരു വ്യത്യാസം, സാമൂഹികമായിട്ടുള്ള ഈ ഒരു വ്യത്യാസം കൂടുതൽ ശക്തമാക്കുന്നതിന്, ശക്തിപ്പെടുത്തുന്നതിന് ഈ ഭൂദാനങ്ങള് കാരണമായിട്ടുണ്ട്. അതായത് ബ്രാഹ്മിൻസ് കൂടുതൽ പവർഫുൾ ആവുന്ന ഒരു സാഹചര്യം ഇതോടുകൂടി ഉണ്ടായി. ഇനി നമുക്ക് എന്താണ് ഈ ഭൂദാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തേത്, ഭൂസ്വത്ത് സ്വകാര്യവൽക്കരിക്കപ്പെടുന്നത് ഇവിടെ മുതലായിരുന്നു. അതുവരെ ഒരു രാജാവിന്റെ അധീനതയിലുള്ള ഭൂമിയായിരുന്നു. എന്നാൽ ഈ സ്വത്ത് ബ്രാഹ്മണർക്ക് ലഭിച്ചു. ബ്രാഹ്മണർ മണ്ണിലിറങ്ങി കൃഷി ചെയ്യുന്നവരായിരുന്നില്ല.
അവരെന്ത് ചെയ്തു? അവർ ഈ ഭൂമി അതിന് താഴെയുള്ള പ്രഭുക്കന്മാർക്കോ അല്ലെങ്കിൽ അതിന് താഴെ കൃഷി ചെയ്യുന്നവർക്കായിട്ട് വീതിച്ച് നൽകുന്ന ഒരു സിസ്റ്റം. സ്വന്തമായിട്ട് നൽകുകയല്ല, ബ്രാഹ്മണരുടെ ഉടമസ്ഥതയിൽ തന്നെ മറ്റുള്ളവർക്ക് നൽകുന്നു. അങ്ങനെ ക്രമേണ ഈ ഭൂമിയുടെ കയ്യിലുള്ള ഒരു ഏകീകൃതമായിട്ട് ഈ ഭൂമിയുടെ മേലുള്ള അവകാശം രാജാവിന് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഭരണാധികാരിക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. സ്വകാര്യ സ്വത്ത് എമേർജ് ചെയ്യുന്നത് ഇവിടെ മുതലാണ്. ഇനി കർഷകർക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഈ കർഷകര് പണി മുടക്കിയാൽ അവിടുത്തെ സാമ്പത്തിക രംഗം സ്തംഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. അതായത് ഭൂമി നേടിയവര് കൂടുതൽ അവകാശം വന്നപ്പോൾ കർഷകരെ ഈ ഒരു ദാസ്യവേലയ്ക്ക് നിർബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് ക്രമേണ പലതരത്തിലുള്ള സാമൂഹിക ബന്ധങ്ങളിലെയും രാഷ്ട്രീയ ബന്ധങ്ങളിലെ മാറ്റങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ട്. ഇതേ തുടർന്ന് തന്നെയാണ് ഈ ജാതി വ്യവസ്ഥ തഴച്ചു വളരുന്നത്. ഭൂമിയില് ഓരോ തരത്തിലുമുള്ള ജോലികൾ ഏൽപ്പിക്കപ്പെടുന്നവര് വ്യത്യസ്ത ജാതികളായിട്ട് വളർന്നു വരുന്ന സാഹചര്യം ഉണ്ടായി. ഇനി തൊഴിലാളികള് ഈ കർഷകർക്ക് ദാസ്യവൃത്തി ചെയ്യുന്ന, അതായത് വിഷ്ടി എന്ന പേരിലാണ് ദാസ്യവൃത്തി അറിയപ്പെട്ടത്. അപ്പൊ വിഷ്ടി എന്ന നിർബന്ധിത തൊഴിൽ വളരെ ശക്തമായി. ഇപ്പൊ നമ്മൾ യൂറോപ്യൻ കോണ്ടെക്സ്റ്റിലൊക്കെ കോവി എന്നൊക്കെ പറയുന്ന തൊഴിലുണ്ട്, നിർബന്ധിത തൊഴിലുണ്ട്, കോർവി. അപ്പൊ ഈ കോഴി പോലെ ഇവിടെ വിഷ്ടി വളരെ അങ്ങോട്ട് വ്യാപകമാവുന്ന സാഹചര്യം ഉണ്ടായി. കൂടാതെ ബ്രാഹ്മണൈസേഷന് കാരണമായി. ബ്രാഹ്മണർക്ക് സമൂഹത്തിലെ വളരെ ഉയർന്ന ഒരു പദവിയിലേക്ക് ബ്രാഹ്മണരെ കൊണ്ടുവരുന്നതിന് ഈ ഭൂദാനങ്ങൾ കാരണമായിട്ടുണ്ട്. അത് സമ്പൂർണമായ ബ്രാഹ്മണവൽക്കരണത്തിലേക്ക് വരുന്നു. ഇനി സാമൂഹിക വ്യവസ്ഥയിൽ ബ്രാഹ്മണ്യ ആചാര്യങ്ങൾക്ക് സാമൂഹിക വ്യവസ്ഥയിൽ വലിയ പ്രാധാന്യം ലഭിച്ചു. ഇനി ഒരു ഗ്രാമീണ സമൂഹം ആധിപത്യത്തിന് പൂർണ്ണമായിട്ടും കീഴിലായി. അവര് രൂപപ്പെടുത്തിയെടുത്ത പുതിയ ഭൂസമൂഹങ്ങള് രൂപപ്പെടുന്നതിന് കാരണമായി. കൂടാതെ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ബന്ധങ്ങളിലൊക്കെയുള്ള മാറ്റങ്ങൾ പുതിയ പുതിയ ജാതികൾ ഉടലെടുക്കുന്നതിന് കാരണമായി. വൈശ്യർക്കിടയിൽ നിന്ന് ഏറ്റവും വെറൈറ്റി അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി, തൊഴിലില് ഡൈവേഴ്സിറ്റി ഉള്ള വിഭാഗമായിരുന്നു വൈശ്യർ. അപ്പൊ ഡൈവേഴ്സ് ആയിട്ടുള്ള ഓരോ ജോലികൾ ചെയ്യുന്നവരും അതത് ജാതികളായിട്ട് പിന്നീട് അറിയപ്പെടാനായിട്ട് തുടങ്ങി. അങ്ങനെ വ്യാപാര രംഗമൊക്കെ പൂർണ്ണമായിട്ടും വൈശ്യരുടെ കയ്യിലായി. വൈശ്യർ വളരെ സമ്പന്നമായിട്ടുള്ള ശക്തരായിട്ടുള്ള ഒരു വിഭാഗമായി രൂപപ്പെടുകയും ഈ ഒരു ഘട്ടത്തിൽ ചെയ്തു. ഇനി ക്ഷേത്രങ്ങള് പ്രാദേശിക അധികാര കേന്ദ്രങ്ങളായി. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ബ്രാഹ്മണർക്കും ക്ഷേത്രങ്ങൾക്കും രാജാക്കന്മാര് ഭൂമി ദാനം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫലം എന്താണ്? ബ്രാഹ്മണര് തന്നെയാണ് ക്ഷേത്രങ്ങളിലെയും പ്രധാനപ്പെട്ട പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന പൂജാരിമാരൊക്കെ ബ്രാഹ്മണര് തന്നെയാണ്. അപ്പൊ ഈ ബ്രാഹ്മണർ രണ്ടർത്ഥത്തിലും ഈ സ്വത്തിന്റെ എല്ലാം കൈയാളുന്നത് ബ്രാഹ്മണരാണ്, അല്ലെ? ബ്രാഹ്മണർക്ക് ഭൂദാനമായി കിട്ടിയ ഭൂമി സ്വാഭാവികമായിട്ട് അവർ കൈകാര്യം ചെയ്യുന്നു. ഇനി ക്ഷേത്രങ്ങൾക്ക് കിട്ടിയ ഭൂമിയും ഫലത്തിൽ കൈകാര്യം ചെയ്യുന്നത് ബ്രാഹ്മണർ തന്നെയാണ്. അപ്പൊ ബ്രാഹ്മണർ എക്സ്ട്രീംലി റിച്ച് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് ബ്രാഹ്മണൈസേഷൻ സമൂഹത്തിൽ കൂടുതലായിട്ട് വരുന്നത്. ഇനി ഉൽപാദന ബന്ധങ്ങളിലെ വലിയ മാറ്റങ്ങൾ വന്നു. പ്രൊഡക്ഷൻ റിലേഷനിൽ വലിയ മാറ്റം വന്നു. ഭൂദാനം, ബ്രാഹ്മണാധിപത്യം ഒക്കെയാണ് ഇതിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ ഉൽപാദനം ഗ്രാമീണമായിട്ട് മാറി. ഉൽപാദന ഉപാധികൾ, ഒരു നഗരവൽക്കരണം കുറഞ്ഞു. ഉൽപാദനം ഒരു ഗ്രാമീണ മേഖലയിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. പുതിയ ഭൂബന്ധങ്ങൾ വന്നു എന്ന് വെച്ചാല് ഭൂമി താഴെ തട്ടിലുള്ളവർക്ക് വീതിച്ച് നൽകുന്ന, അതായത് പൂർണ്ണ അധികാരത്തിലല്ല, ഉടമസ്ഥാവകാശം ഒന്നുമില്ല എങ്കിലും തൊഴിലിന് വേണ്ടിയിട്ട്, ജോലി ചെയ്യുന്നതിന്, കൃഷിക്ക് വേണ്ടിയിട്ട് വീതിച്ച് നൽകുന്ന ഒരു രീതി വന്നു. ഇനി നിർബന്ധിത തൊഴിൽ വന്നു. അതുപോലെ കർഷകര് ഭൂസമുദായത്തോട് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഓരോ കർഷകൻ യഥാർത്ഥത്തിൽ കൃഷിഭൂമിയോട് കൂട്ടിക്കെട്ടപ്പെട്ട ഒരു രീതിയിലേക്ക് വന്നു. വിഷ്ടി എന്ന നിർബന്ധിത തൊഴിലിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ ജാതീയമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നു. ഭരണകൂടത്തിന്റെ നിയന്ത്രണ സംവിധാനങ്ങൾ കുറെ കൂടി ബലഹീനത അതിൽ അനുഭവപ്പെട്ടു. ഒരു ബലഹീനമാവുന്ന സാഹചര്യം മാത്രമല്ല, ഈ ഒരു ഘട്ടത്തില് നികുതികൾ കൂടുതൽ ശക്തമായി. ഇങ്ങനെ ഭൂദാനം ചെയ്ത പ്രദേശങ്ങള് വീണ്ടും ഇടപ്രഭുക്കന്മാർക്കും കർഷകർക്കും ഒക്കെ വീതിച്ചു നൽകുമ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് നികുതി പിരിക്കുന്ന സാഹചര്യങ്ങൾ, ബലി എന്നൊക്കെയാണ് ഈ നികുതി അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഭൂദാനം ബ്രാഹ്മണ ആധിപത്യത്തെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.